ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണം. അങ്ങനെ അച്ഛമ്മ തിരിച്ചു പോണ ഭാഗമാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ. അച്ഛമ്മ പറയുകയാണ്, നീ ഞങ്ങളുടെ മരുമോളെല്ലാം മോളാണെന്നൊക്കെ പറഞ്ഞിട്ട് രേവതീനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയണത് കേട്ടെന്ന് രവീന്ദ്രൻ പറയുകയാണല്ലോ, മോളൊന്ന് വീണപ്പോഴാണ് ഈ വീടിൻ്റെ താളം തെറ്റിയതെന്ന് പറയണം. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, താളം തെറ്റിയാലെന്താ വെച്ചാൽ ഇപ്പോൾ ആ താളം തിരിച്ചു വന്നില്ലേ, രേവതി ചേച്ചിയുടെ കാല് ശരിയായല്ലോ എന്ന് പറയണം. ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിയും കൂടി കയറി വരുന്ന സമയത്ത് ശ്രുതി പറഞ്ഞു, ആഹാ രേവതിയുടെ കാല് ശരിയായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി, രേവതിയുടെ കാല് ശരിയായോ, ഈശ്വര ശ്രുതിയുടെ പ്രാർത്ഥന ഫലിച്ചു എന്ന് പറയാണ്. അപ്പോൾ ശ്രുതിയുടെ പ്രാർത്ഥനയോ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയാം, കേട്ടില്ല അച്ഛമ്മേ, തള്ളണയിലൊരു പരിധിയില്ലേ. അപ്പോൾ വർഷ പറയും, അത് തള്ളിക്കളയാൻ പറ്റില്ല സച്ചേട്ടാ, ശ്രുതി ചേച്ചി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, കാരണം രേവതി ചേച്ചിക്ക് സുഖമായാലല്ലേ ശ്രുതി ചേച്ചിക്ക് അടുക്കളപ്പണിയിൽ നിന്ന് ഒഴിവാകാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ അച്ഛമ്മോട് രേവതി പറയണം, അച്ഛമ്മ ഇപ്പം തന്നെ പോകണം അച്ഛമ്മ ഇവിടെ ഇരിക്കുക, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറയുമ്പോൾ അച്ഛമ്മ പറയും, പറ്റില്ലേ മോളെ, പോകണം, ഞാനില്ലെങ്കിൽ തെങ്ങിന് തടെടുക്കേണ്ടതാണ്, ഞാനില്ലെങ്കിൽ പണിക്കാരൊന്നും ചെയ്യില്ല, ബീഡി വലിച്ചിട്ട് സൊറ പറഞ്ഞിരുന്നിട്ട് അവർ സമയം കഴിക്കാം, ഞാൻ ചെന്നാലേ അത് ശരിയാവുള്ളൂ എന്നൊക്കെ പറയണം. അപ്പോൾ രവീന്ദ്രൻ പറയണം, അമ്മയുടെ പിറന്നാളല്ലേ, 80ാം പിറന്നാളല്ലേ വരുന്നത്, നമുക്കത് അടിച്ച് പൊളിക്കണ്ടേ ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛമ്മ പറയാണ്, അടിച്ച് പൊളിക്കുക, നിങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് വായോ എന്ന് പറയുമ്പോൾ രേവതി പറയാണ്, തലേ ദിവസം തന്നെ വരണം കേട്ടോ നിങ്ങളെല്ലാവരും കൂടി. പറയുമ്പോൾ രേവതി, തലേ ദിവസമല്ല, ഞങ്ങൾ 2 ദിവസം മുമ്പേ എത്തുമെന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതി പറയാണ്, അങ്ങനെ നിങ്ങളുടെ മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് കൂടി വരാൻ പറ്റില്ല അച്ഛമ്മയെ, വരണം എന്ന് ആഗ്രഹമുണ്ട് അച്ഛമ്മയെ, പക്ഷേ കട ഒന്ന് 2 ദിവസം മാറിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ശ്രുതി. അപ്പോൾ ശ്രുതിയും പറയാണ്, ഇപ്പോൾ വെഡ്ഡിങ് സീസണല്ലേ, ബ്യൂട്ടി പാർലറിൽ നല്ല തിരക്കാണ്, എനിക്കും വരാൻ പറ്റില്ല എന്ന് പറയണം. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയും, വരണം എന്ന് ആഗ്രഹമുണ്ട് അച്ഛമ്മയെ, പക്ഷേ ലീവ് കിട്ടില്ല പറയും. വർഷയും പറയും, എന്താ ചെയ്യുക അച്ഛമ്മ, എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അങ്ങോട്ട് വരാൻ, പക്ഷേ ലീവ് കിട്ടില്ല അച്ഛമ്മ, ക്ഷമിക്കണേ എന്ന് പറയാണ് വർഷ. അപ്പോൾ അച്ഛമ്മ പറയും, ആർക്കും വരാൻ പറ്റില്ലെങ്കിൽ വേണ്ട, എൻ്റെ പിറന്നാൾ ഞാൻ ആഘോഷിക്കുന്നില്ല, തീർന്നില്ലേ, എനിക്കിപ്പോൾ പിറന്നാൾ ആഘോഷിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല, അപ്പോൾ നിങ്ങൾക്കാർക്കും വരാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ ആ പിറന്നാൾ ക്യാൻസൽ ചെയ്യുക, ആഘോഷിക്കുന്നില്ല എന്ന് പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ രേവതി പറയും, എന്തിനാ അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറയണേ, അച്ഛമ്മയുടെ പിറന്നാൾ നമുക്ക് ഇവിടെ വെച്ച് ആഘോഷിക്കാം, അച്ഛമ്മ പോയിട്ട് ഇങ്ങോട്ട് പോകാം, നമുക്ക് പിറന്നാൾ ഇവിടെ ആഘോഷിക്കാം, അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ, സുഖമായിട്ട് അടിച്ചു പൊളിച്ച് നമുക്കിവിടെ ആഘോഷിക്കാമല്ലോ എന്ന് പറയണം. അപ്പോൾ അച്ഛമ്മ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ എല്ലാവരും പറയണം, ശ്രീകാന്തും ഒക്കെ പറയണം, അച്ഛമ്മേ ഇങ്ങോട്ട് വാ അച്ഛമ്മേ, നമുക്കിവിടെ അടിച്ചു പൊളിക്കാമല്ലോ, ഞങ്ങളെല്ലാവരും ഇവിടെ ഇല്ലേ പറയണം. അപ്പോൾ അങ്ങനെ അച്ഛമ്മ പറയണം, എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാം, എൻ്റെ പിറന്നാൾ ഇവിടെ ആഘോഷിക്കാമെന്ന് പറയണം. അപ്പോൾ രേവതിക്ക് സന്തോഷമാണ്. എന്നിട്ട് അച്ഛമ്മ രേവതിയോട് പറയണം, മോളെ നേരത്തെ ഭക്ഷണം കഴിക്കണം, എല്ലാ പണികളും നീ ഒറ്റയ്ക്ക് ചെയ്യേണ്ട, 3 പേരും കൂടി ഷെയർ ചെയ്യണം, എല്ലാ പണികളും ഒറ്റയ്ക്ക് ചെയ്യരുത്, പിന്നെ കുറേ ഓടിച്ചാടി നടക്കരുത്, നീ പുറത്തേക്കൊന്നും പോകണ്ട, പൂവിക്കാൻ കുറച്ച് ദിവസം ഇവിടെ ഇരിക്കണം, ഡോക്ടർ മാറി എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് ഓടിച്ചാടി നടക്കരുത്, പിന്നീട് അത് ബുദ്ധിമുട്ടാവും, നീ നോക്കണം, നല്ലോണം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയണം. അപ്പം അച്ഛമ്മയെ ഞാൻ ശ്രദ്ധിച്ചോളാം അച്ഛമ്മയെന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ കുശുമ്പ് കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ശ്രുതി. അവർക്കത് തീരെ പിടിക്കുന്നില്ല അച്ഛമ്മ രേവതീനെ ഇങ്ങനെ സ്നേഹിക്കണത്. അങ്ങനെ രേവതിക്കൊരു വലിയ ക്ലാസ്, അത് ചെയ്യരുത് ഇത് ചെയ്യരുത്, നോക്കിയും കണ്ടും ചെയ്യണം, ഓടിച്ചാടി നടക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്ക് വലിയൊരു ക്ലാസ്സൊക്കെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛമ്മ സച്ചിയോട് പറയാം, അച്ഛമ്മയുടെ ബാഗ് എടുത്തിട്ട് വണ്ടിയിൽ വെക്കണം, എന്നിട്ട് എന്നെ ഒന്ന് ബസ് സ്റ്റോപ്പിൽ ഇറക്കി കാട്ടുക എന്ന് പറയണം. അപ്പോൾ സച്ചി പറയണം, ശരി അച്ഛമ്മയെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയുടെ ബാഗ് എടുത്തിട്ട് സച്ചിയുടെ വണ്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് സച്ചി അച്ഛമ്മയുടെ ബാഗ് കൊടുത്തിട്ട് പോവാണ്. ഇതൊക്കെ കാണുമ്പോൾ അച്ഛമ്മ പോണതിൽ വളരെയധികം സന്തോഷമുള്ള 2 വ്യക്തികളുണ്ട് അവിടെ. അത് വേറെ ആരെല്ലാം ശ്രുതിയാണ്. അപ്പോൾ ശ്രുതിയും കൂടി പറയാം, പോവായിരിക്കും അല്ലേ, ഇനി വരില്ലായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. വരില്ലായിരിക്കും എന്നിങ്ങനെ അവർ 2 പേരും കൂടി ഇങ്ങനെ പറയണം. അവരുടെ സന്തോഷമാണ്, അച്ഛമ്മ പോണതിലുള്ള സന്തോഷമാണ് കേട്ടോ നമ്മളവിടെ കാണുന്നത്. പിറ്റേ ദിവസം ശ്രീകാന്ത് വന്നിട്ട് ചോദിക്കുകയാണ് രവീന്ദ്രനോട്, അച്ഛമ്മ വരില്ലേ പിറന്നാളിന് ചോദിക്കുകയാണ്. അപ്പോൾ ആ പേരുടെ അമ്പ വരും എന്ന് പറയണം. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുക, അച്ഛമ്മയുടെ ഒക്കെ പിറന്നാൾ നമുക്ക് അടിച്ച് പൊളിക്കേണ്ടേ അച്ഛാ, കേമാക്കണം ചോദിക്കണം, ആ കേമാക്കണം എന്ന് പറയണം. അപ്പോൾ പറയണം, നമുക്ക് കളറാക്കണം അച്ഛമ്മയുടെ പിറന്നാൾ പറയുമ്പോൾ അത് കേട്ട് വരണം. സച്ചി പറയാണ്, അച്ഛമ്മയുടെ പിറന്നാൾ കളറാക്കാതെ എന്താ ഹോളിയോ, ഇത് പിറന്നാളല്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ല സച്ചിയേട്ടാ, നമുക്ക് അടിച്ച് പൊളിക്കണം അച്ഛമ്മയുടെ പിറന്നാൾ. അപ്പോൾ രവീന്ദ്രൻ പറയണം, അമ്മയുടെ 60ാം പിറന്നാളിനാണ് ഞാൻ പോയത്, പക്ഷേ അമ്മയുടെ പിറന്നാളിനൊക്കെ ഞാൻ പോകാറുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇതുവരെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക, പിറന്നാൾ ആഘോഷിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല, 60ാം പിറന്നാൾ മാത്രമാണ് ഒന്ന് ചെറുതായിട്ട് ആഘോഷിച്ചത്. അപ്പോൾ ശ്രീകാന്ത് ഇവിടെ, അതിനിപ്പോൾ എന്താ അച്ഛൻ, നമ്മളിപ്പോൾ ഞങ്ങളൊക്കെ വലുതായില്ലേ, നമുക്ക് കഴിഞ്ഞ് ഗിഫ്റ്റൊക്കെ കൊടുക്കാമല്ലോ എന്ന് പറയുമ്പോൾ പറയണ, വലുതാവുക മാത്രമല്ല നിങ്ങളൊക്കെ പെണ്ണും കെട്ടിയെന്ന് പറയുകയാണ് രവീന്ദ്രൻ. അങ്ങനെ അച്ഛമ്മയുടെ പിറന്നാളിനെ പറ്റിയിട്ടുള്ള ചർച്ചയാണ് സച്ചി രവീന്ദ്രനും ശ്രീകാന്തും തമ്മിൽ. അപ്പോൾ രവീന്ദ്രൻ പറയണ, അമ്മയ്ക്ക് എന്ത് കൊടുത്താലും മതിയാവില്ല, കാരണം അമ്മ ഈ കാലം വരയ്ക്കും എൻ്റെ അടുത്ത് 1 രൂപ പോലും ചോദിച്ചിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, അമ്മ ഒറ്റക്കാലിൽ നിന്നിട്ടാണ് അമ്മ ഇത്രയും വർഷം ജീവിച്ചത്, എനിക്ക് എന്തെങ്കിലും തന്ന് സഹായിക്കുക എന്നല്ലാണ്ട് എൻ്റെ അടുത്ത് നിന്ന് 1 രൂപ പോലും മേടിക്കില്ല അമ്മ, ഞാൻ അങ്ങോട്ട് കൊടുത്താലും അമ്മ അത് ഇങ്ങോട്ട് തന്നെ തിരിച്ചു തരും, അമ്മ ഒരാളെ ആശ്രയിക്കാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, അന്നും അതെ ഇന്നും അതെ
എന്നൊക്കെ പറയാണ്. അമ്മയുടെ ഒരു മോനായിട്ട് ജനിച്ചത് എൻ്റെ ഭാഗ്യമാണെന്നൊക്കെ പറയണം. അപ്പോൾ ശ്രീകാന്ത് പറയും, അതിനിപ്പോൾ എന്താ അച്ഛനൊന്നും കൊടുത്തില്ലല്ലോ, അച്ഛൻ വാരിക്കൊരു സ്നേഹം കൊടുക്കുന്നില്ല അച്ഛമ്മയ്ക്ക്, ഒരു മക്കളിൽ നിന്നും കിട്ടാത്ത സ്നേഹമല്ലേ അച്ഛമ്മ അനുഭവിക്കുന്നത്. അപ്പോൾ രവീന്ദ്രൻ പറയാം, അമ്മയുടെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല അല്ലാതെ സച്ചി ചോദിക്കുമ്പോൾ സച്ചി അതേന്ന് പറയാണ്. അങ്ങനെ അച്ഛമ്മയുടെ പിറന്നാളിൻ്റെ ചർച്ചകളാണ്. ശ്രീകാന്ത് പറയുകയാണ്, ഇതുവരെ അച്ഛമ്മയ്ക്ക് കിട്ടാത്ത സന്തോഷമായിരിക്കും നമ്മൾ ഈ പിറന്നാളിൽ കൊടുക്കുക, അച്ഛമ്മ തീരെ പ്രതീക്ഷിക്കാത്ത സന്തോഷമായിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത്. നമ്മളുണ്ടല്ലോ ഇത്രയും വർഷം അച്ഛമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാത്തതിൻ്റെ കട നമ്മൾ ഈ പിറന്നാളോടുകൂടി വീട്ടണം അച്ഛാ, ഞങ്ങളെ മക്കളും ഭാര്യമാരും എല്ലാവരും ഇല്ലേ, ഞങ്ങൾ ഇതുവരെ കൊടുക്കാത്ത എല്ലാ ഗിഫ്റ്റുകളും കൊണ്ട് അച്ഛമ്മേനെ ഞങ്ങൾ ഇപ്രാവശ്യം പിറന്നാളിൽ ഗിഫ്റ്റുകളും കൊണ്ട് മൂടും എന്നൊക്കെ പറയണം. അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് സച്ചിയുടെ മുഖം വാടുകയാണ്. അപ്പോൾ അല്ലേ സച്ചിയേട്ടാച്ചൊക്കെ ശ്രീകാന്ത് അതെ പറയാം, അതെ ഇതിലൊക്കെ പ്ലാൻ ചെയ്യുക എക്സ്പേർട്ട് വർഷയാണ്, ഞാൻ അവളായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ എന്നിട്ട് പറയട്ടോ, സച്ചിട്ട് ഒരു കാര്യം രേവതി ചേച്ചിയായിട്ട് ഇതൊന്ന് ഡിസ്കസ് ചെയ്യട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം. അപ്പോഴേക്ക് സച്ചിയുടെ മുഖം ഭയങ്കര വിഷാദം പോലെയായി. അപ്പോൾ രവീന്ദ്രൻ ഇത് കാണുമ്പോൾ രവീന്ദ്രൻ ചോദിക്കണം, എന്താണ് സച്ചി മുഖത്തൊരു സന്തോഷമില്ലാത്ത ചോദിക്കണം. അപ്പോൾ ഒന്നുമില്ല അച്ഛാ, സത്യം പറ എന്തുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ഒന്നുമില്ല അച്ഛാ എന്ന് പറയാണ്. എന്നിട്ട് സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, അവൻ്റെ മുഖം പെട്ടെന്ന് വാടിയല്ലോ, എന്തോ പ്രശ്നമുണ്ട്, എന്താണെന്ന് കണ്ടുപിടിക്കണം എന്ന് രവീന്ദ്രൻ അങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ രവീന്ദ്രൻ പിറ്റേ ദിവസം ഇരുന്നിട്ട് രാവിലെ ഇരുന്ന് പേപ്പർ വായിക്കുകയാണ്. അപ്പോൾ വണ്ടി വന്ന് വീടിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. വേറെ ആരുമല്ല, സുധിയുടെ കാറാണ്. പെട്ടെന്ന് അതിന് ഇറങ്ങുന്നത് ആരാന്നറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ കഥാപാത്രം, അപ്രത്യക്ഷമായ ഒരു കഥാപാത്രം ഉണ്ട് നമുക്ക് ചെമ്പനിരപ്പൂവിൽ, വേറെ ആരുമല്ല ചന്ദ്ര. അങ്ങനെ ചന്ദ്രമതി തിരിച്ചു വരികയാണ്, തീർത്ഥാടനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ചന്ദ്രനെ കാണുമ്പോൾ രവീന്ദ്രന് ഭയങ്കര സന്തോഷമാവുകയാണ്. എന്നിട്ട് ചോദിക്കുക, എന്താ ചന്ദ്ര ഇത്ര ലേറ്റായി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പറയണ, ഒന്നുമില്ല രവിയേട്ടാ, ലേറ്റായതൊന്നുമല്ല, കറക്റ്റ് സമയത്ത് തന്നെ വന്നത് പറയാം. അപ്പോൾ ശ്രുതി പറയണത്, വേറെ ഒന്നല്ല അച്ഛാ, ഞങ്ങൾ ബാമൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആക്കിയിട്ടാണ് വരുന്നത്, അതുകൊണ്ടാണ് നേരം വൈകിയെന്ന് പറയുന്നത്. പെട്ടെന്ന് സച്ചി അങ്ങോട്ട് കയറി വരിക, പൂമുഖത്തേക്ക് സച്ചി വരികയാണ് ഉള്ളെന്ന്. അപ്പോൾ ചന്ദ്രമതിനെ കാണുമ്പോൾ പറയാണ്, കയറി ഉടനെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, രവിയേട്ടാ രേവതിയുടെയൊക്കെ സുഖമായില്ലോ അല്ലേ. അപ്പോൾ ആ രേവതിയുടെയൊക്കെ മാറി പറയുമ്പോൾ സച്ചി പറയണം, അച്ഛാ ഈ മാറിയില്ല എന്ന് പറഞ്ഞാൽ അടുത്ത തീർത്ഥാടനത്തിന് പോവുക അച്ഛാന്ന് പറയണം. അപ്പോൾ ചന്ദ്ര പറയണം, രവിയേട്ടാ നോക്കി, ഞാൻ വന്ന് കയറി ഇവൻ തുടങ്ങി, ഇവൻ എന്നാ ഒന്നും നന്നാവുക പറയാം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു തീർത്ഥാടനം ചന്ദ്ര എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇത് മറക്കില്ല എന്ന് പറയാണ് ചന്ദ്ര. അപ്പോൾ ചന്ദ്രയുടെ അടുത്ത് ചന്ദ്ര പറയും, ബാഗ് എടുക്കടാ സുധി എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ സുധി ബാഗും കൊണ്ട് വന്നിട്ട് പറയണം, അച്ഛാ നല്ല കനുണ്ടല്ലോ, അരവണയൊക്കെ ഉണ്ടാവില്ലേ എന്ന് വെച്ചിട്ട് അപ്പോഴും അവിടെ തീറ്റയുടെ അർത്ഥമാണ് സുധി കാണിക്കണത്. അങ്ങനെ ചന്ദ്രമതിയിൽ തിരിച്ചെത്തി. ചന്ദ്രമതി വന്നപ്പോൾ സുധി നല്ല ജോലിക്ക് പോയി കസ്റ്റമറെ കാണാൻ കടയിൽ പോയി കസ്റ്റമറെ കാണാൻ പോണതിൻ്റെ ഇടയിൽ കൂടെ പാർക്കിൽ കയറി ആനന്ദിനെ കാണുകയാണ്. ആനന്ദ് അപ്പോൾ അവിടെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ സുധി പറയണം, ബ്രോ എന്തൊരു ഉറക്കാതെ ചോദിക്കുമ്പോൾ, ഉറങ്ങാണ്, എന്തായാലും നീ എന്നെ കാണാൻ വന്നല്ലോ സുധി, എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറയുകയാണ്. നീ എന്നാലും മറന്നില്ലല്ലോ. ഇല്ല ബ്രോ, എനിക്ക് വന്ന വഴി മറക്കാൻ പറ്റും, എനിക്ക് ബ്രോനെ അങ്ങനെ മറക്കാൻ പറ്റുമോ, ഒന്നുമില്ലെങ്കിൽ നമ്മൾ കുറച്ച് കാലം ഇവിടെ ഒരുമിച്ചതായിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സുധി വല്ലാണ്ട് ആനന്ദിനെ ഒലിപ്പിക്കുകയാണ്. അപ്പോൾ ആനന്ദ് ചോദിക്കുക, എങ്ങനെ എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ, സുഖമായി പോകണോ, നീ ഇപ്പോൾ വലിയ ബിസിനസ്മാനൊക്കെ ആയില്ലേ, ആയി ബ്രോ, എങ്ങനെയുണ്ട് ലാഭമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എങ്ങനെ അങ്ങോട്ട് തട്ടിമുട്ടി പോകണു ബ്രോ എന്നൊക്കെ പറയണം. അങ്ങനെ അവർ സംസാരിക്കണം. അപ്പോൾ ആനന്ദിന് സുഖമല്ല ചോദിക്കണം. സുധി, കുഴപ്പമൊന്നുമില്ല, ഞാൻ സുഖമായിട്ടിരിക്കണു എന്ന് പറയാം. ബ്രോ ഈ സമയത്ത് ഉറങ്ങാറില്ലല്ലോ, പിന്നെന്താ ഇപ്പോൾ ഈ സമയത്ത് ഉറങ്ങണ പറയുമ്പോൾ പറയണം, ഇപ്പം അങ്ങനെയൊന്നുമില്ല, മറ്റത് കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കലൊക്കെ നീ ഉള്ളപ്പോഴല്ലേ, ഇപ്പം അങ്ങനെയൊന്നുമില്ല സുധി, ഇപ്പോൾ ഇതുപോലെയൊക്കെയാണ്, വേറെ എന്ത് ചെയ്യാമെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സുധിയോട് ചോദിക്കുകയാണ്, ബിസിനസ്സൊക്കെ എന്തായി, നന്നായി പോണില്ല ചോദിക്കുമ്പോൾ പറയണം, ബ്രോ ഒരു കാര്യം ഉണ്ടായി, എൻ്റെ ബിസിനസ്സിൽ ഇങ്ങനെ ഒരു പാർട്ടി വന്നിട്ട് 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കൊണ്ടുപോയി, 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് അവർ ബില്ല് വേണ്ട പറഞ്ഞിട്ട് ക്യാഷായിട്ട് തന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ പിന്നാലെ വേറെ 2 പേര് വിജിലൻസിനെന്ന് പറഞ്ഞിട്ട് ആ 5 ലക്ഷം രൂപ കള്ളപ്പണമാണെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചിട്ട് പോയി. അങ്ങനെ എനിക്ക് 5 ലക്ഷം രൂപ നഷ്ടമായി പറയുകയാണ്. 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നഷ്ടമായി പറയുമ്പോൾ ആനന്ദ് പറയണോ, അപ്പോൾ 5 ലക്ഷം രൂപ നഷ്ടം വന്നല്ലോ, ഇപ്പോൾ ഞാനാണെങ്കിൽ 5 ലക്ഷം രൂപയുടെ സെയിൽ നടന്ന് 1 ലക്ഷം രൂപ ലാഭം കിട്ടിയെന്നൊക്കെ വീട്ടിൽ ശ്രുതിയോട് പറയും ചെയ്തു, വേറെ ആരും ഇതറിഞ്ഞിട്ടില്ല, ശ്രുതിയോട് പറയും ചെയ്തു. എന്നിട്ട് ആ 1 ലക്ഷം രൂപ അവൾക്ക് ലാഭം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ 5 ലക്ഷം രൂപ കടയിൽ ചിലവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു വഴിയും കാണാത്തതുകൊണ്ട് അനിയൻ്റെ വൈഫിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ അമ്മയുടെ അടുത്തുനിന്ന് മേടിച്ച് പറയണം. അങ്ങനെ സുധി ആ കഥ പറയുകയാണ്. ചന്ദ്രമതിനെ കണ്ടെന്ന് കാല് പിടിക്കുന്നതും ചന്ദ്രമതി രേവതിയുടെ ആഭരണങ്ങൾ എടുത്ത് കൊടുക്കുന്നതും സുധി പണയം വയ്ക്കാൻ കൊണ്ടുപോകുന്നതും ഒക്കെ ഇങ്ങനെ ആനന്ദിനോട് പറയണം. എന്നിട്ട് സുധി പറയണം, അമ്മ എന്നോട് ആഭരണങ്ങൾ പണയം വയ്ക്കാനാണ് പറഞ്ഞു. പണയം വയ്ക്കാൻ പോയപ്പോൾ അയാൾ 5 ലക്ഷം രൂപ കിട്ടില്ല, വിൽക്കുകയാണെങ്കിൽ 5 ലക്ഷത്തിലും കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിറ്റു ബ്രോ പറയണം. അപ്പോൾ ആനന്ദ് പറയാണ്,
നീ എന്ത് ചതി ചെയ്ത ഭാര്യയുടെ സ്വന്തം അനിയൻ്റെ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു തന്ന എന്തമ്മേ നിൻ്റെ അമ്മ ബെസ്റ്റ് അമ്മ അത് പണയം വെക്കാൻ കൊണ്ടുപോയി നീ അത് വിറ്റപ്പോഴും നീ എന്ത് ധൈര്യത്തിൽ അത് ചെയ്ത് ചോദിക്കുമ്പോൾ പറയും ബ്രോ എനിക്കത് എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണം അന്ന് വേഗം 5 ലക്ഷം രൂപ കൊടുത്തിട്ട് ആ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചെടുത്ത് കൊടുക്കുക അമ്മയ്ക്ക് കൊടുക്കുക എന്ന് പറയണം അമ്മ ഇപ്പോൾ തീർത്ഥാടനം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ എപ്പോൾ വേണമെങ്കിലും അത് ചോദിക്കുമെന്ന് പറയാണ് അപ്പോൾ എടുത്തു കൊടുക്കാൻ പറയുമ്പോൾ പറയും ബ്രോ അതിന് 5 ലക്ഷം രൂപ വേണ്ടേ ബ്രോ എന്നെ ഒന്ന് സഹായിക്കണം എനിക്കൊരു 5 ലക്ഷം രൂപ തരണം എന്ന് പറയാണ് അപ്പോൾ ആനന്ദ് പറയണേ ഇപ്പം എനിക്ക് മനസ്സിലായി നീ വന്ന വഴി മറന്നിട്ടല്ല നീ എന്നോട് പൈസ ചോദിക്കാനാണ് വന്നതെന്ന് സുധി എൻ്റെ അടുത്ത് നീ വേഷം കെട്ടെടുക്കണ്ടോ 5 ലക്ഷം തൊട്ട് ഒരു 10 രൂപ പോലും നിനക്ക് തരില്ല ഞാൻ കറക്റ്റായിട്ട് തിരിച്ചു തരാം ബ്രോ നീ തരില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് സുധി പൈസ ചോദിക്കാനായിട്ട് നീ ഇവിടെ ഇരിക്കേണ്ട ഞാൻ എൻ്റെ വർക്ക് കണ്ടിന്യൂ ചെയ്യട്ടെ ഉറക്കം നീ പോ പറഞ്ഞിട്ട് ആനന്ദ് അങ്ങനെ സുധീനെ അവിടെ നിർത്തിയിട്ട് ആനന്ദ് ഉറങ്ങാൻ വേണ്ടി വീണ്ടും പോവാണ് സച്ചി വൈകുന്നേരം ഇങ്ങനെ ഉമ്മറത്ത് പൂമുഖത്ത് ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതി കോണി ഇറങ്ങി വരണോ സച്ചി ഇരിക്കണപ്പോൾ രേവതി ഒന്ന് അടുത്ത് വന്നിരുന്നിട്ട് ചോദിക്കുകയാണ് എന്താ സച്ചിയേട്ടാ അത്ര വലിയ കാര്യമായിട്ട് ആലോചിക്കുന്നത് നോക്കുമ്പോൾ പറയും ഞാൻ അച്ഛമ്മയെ പറ്റി ആലോചിക്കുകയായിരുന്നു പറയാൻ അപ്പോൾ രേവതി പറയണം ആ അച്ഛമ്മയുടെ പിറന്നാളല്ലേ നമുക്ക് അടിച്ച് പൊളിക്കണം സച്ചിയേട്ടാ അച്ഛമ്മയ്ക്ക് വലിയൊരു ഗിഫ്റ്റ് തന്നെ കൊടുക്കണം എന്നൊക്കെ പറയാണ് അപ്പോൾ സച്ചി പറയണ ശരിയാണ് അച്ഛമ്മയ്ക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണം അച്ഛമ്മയുടെ പിറന്നാളാണ് അച്ഛമ്മയായിട്ടല്ല അച്ഛമ്മ എന്നെ വളർത്തിയത് എന്നെ അമ്മയായിട്ടാണ് വളർത്തിയത് എനിക്ക് അത്രയും സ്നേഹവും വാത്സല്യം അച്ഛമ്മ തന്നിട്ടുണ്ട് അതുകൊണ്ട് സച്ചി ഭയങ്കര വികാരാധീനനാവുകയാണ് അപ്പോൾ രേവതി പറയാം എനിക്കറിയാം സച്ചിയേട്ടാ എനിക്കറിയാം അപ്പം നമ്മൾ എന്താ രേവതി അച്ഛമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുക ചോദിക്കുമ്പോൾ പറയണം അച്ഛമ്മയ്ക്ക് നമ്മൾ എന്താ ഇപ്പോൾ കൊടുക്കുക വയ്ക്കുമ്പോൾ സച്ചി പറയുകയാണ് എനിക്കൊരു മാല മേടിച്ചു കൊടുക്കണം എന്നാണ് ആഗ്രഹം പറയുന്നത് അപ്പോൾ രേവതി ചോദിക്കും മാല മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ എത്ര പവൻ്റെ മാല മേടിക്കണം സച്ചിയേട്ടാ ഉദ്ദേശിക്കണം വയ്ക്കുമ്പോൾ 2-3 പവൻ എന്ന് പറയുമ്പോൾ രേവതി പറയും അത്രയൊക്കെ മേടിക്കണമെങ്കിൽ 2-3 ലക്ഷം രൂപ വേണ്ട അത്ര പൈസ സച്ചിയേട്ടൻ്റെ കയ്യിലുണ്ടോ ചോദിക്കുമ്പോൾ പറയാം എന്താ രേവതി നീ ഇങ്ങനെ ചോദിക്കണം നീ അറിയാത്ത എന്ത് പൈസ എൻ്റെ കയ്യിലുള്ളത് ചോദിക്കും അപ്പോഴൊക്കെ പിന്നെ ഇത്രയും വലിയ തുക നമുക്ക് എവിടുന്ന കടം കിട്ടുക സച്ചിയേട്ടാ ആരാ കടം തരിക എന്നൊക്കെ ചോദിക്കും അപ്പോൾ പലിശയ്ക്ക് എടുക്കുക എന്തെങ്കിലും ചെയ്യണം എന്ന് പറയാണ് സച്ചി അപ്പോൾ രേവതി പറയണം അച്ഛമ്മയുടെ പിറന്നാൾ നമുക്ക് അടിച്ച് പൊളിക്കണം അച്ഛമ്മയ്ക്ക് മനസ്സ് നിറയെ സന്തോഷം കൊടുക്കണം അച്ഛമ്മ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ മക്കളിൽ അച്ഛമ്മ സ്നേഹിക്കുന്നത് സച്ചേട്ടനെയാണെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ മരുമക്കളിൽ ഏറ്റവും കൂടുതൽ അച്ഛമ്മ സ്നേഹിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അച്ഛമ്മയ്ക്ക് നമ്മൾ എന്ത് കൊടുത്താലും അത് ഒരിക്കലും അതൊരു നഷ്ടമാവില്ല സച്ചേട്ടാ അച്ഛമ്മയ്ക്ക് എന്ത് വലിയ സമ്മാനം കൊടുത്താലും അതൊരിക്കലും ഒരു നഷ്ടമാവില്ല നമുക്ക് അച്ഛമ്മേനെ അത്രയും സന്തോഷിപ്പിക്കണം സച്ചേട്ടാ നമ്മുടെ അച്ഛമ്മയുടെ പിറന്നാൾ ആഘോഷിച്ച് അടിച്ച് പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയുടെ പിറന്നാളിനുള്ള തയ്യാറെടുപ്പിലാണ് സച്ചി രേവതി എനിക്ക് തോന്നുന്നു എൻ്റെ ഊഹ ശരിയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സുധി എടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ കണക്ക് ഇതോടുകൂടി പുറത്തേക്ക് വരും അങ്ങനെ ഒരു എപ്പിസോഡായിരിക്കും ഇനി വരിക എന്നാണ് എൻ്റെ മനസ്സ് പറയണത് കാരണം രേവതിയുടെ സ്വർണ്ണം മുഴുവൻ കൊണ്ട് വിറ്റേക്കുന്നത് സുധിയാണ് അപ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കഥയാവും വരിക എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്നത്തെയും പോലെ കൂട്ടുകാരെ നിങ്ങൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരോടും സന്തോഷ വാർത്ത പറയാനുണ്ട് എൻ്റെ ചാനൽ ഇന്നലെ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എല്ലാവരുടെയും സപ്പോർട്ടാണ് കേട്ടോ ഇതിൻ്റെ പിന്നിൽ അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയാണ് ഒരിക്കൽ കൂടി നന്ദി നാളെ കാണാം താങ്ക്